നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാസ്കൽസ് ലോനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന അടുത്ത ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 19 രണ്ട് ഫിഗർ ആണ് ഇവിടെ ടീച്ചർ വരച്ചിരിക്കുന്നത്. രണ്ടിലും ഓരോ ടെസ്റ്റ് ട്യൂബ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിൽ വാട്ടർ ഫിൽ ചെയ്തിട്ടുണ്ട്, മെർക്കുറി ഫിൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് വളരെ നേരിയ ഡയാമീറ്റർ ഉള്ള രണ്ട് ഗ്ലാസ് ട്യൂബുകൾ താഴ്ത്തി വെച്ചിരിക്കുക. നേരിയ ഡയാമീറ്റർ ഉള്ള രണ്ട് ഗ്ലാസ് ട്യൂബുകൾ. അപ്പൊ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം, ഇത് നേരിയ ട്യൂബായ കാരണം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ക്ലിയർ ആയിട്ട് ടീച്ചറില്ല. അപ്പൊ ഇവിടെ ഇതിൽ വാട്ടർ ആണ്. വാട്ടറിന്റെ ഡിപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു ട്യൂബിന്റെ വാട്ടർ ലെവൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്തേക്ക് മെർക്കുറി എടുത്തിട്ടുണ്ട്. അതിലാ ഡിപ്പ് ചെയ്തിരിക്കുന്നതിന്റെ ലെവൽ ഇതാ ഇവിടെയാണ് വന്നിട്ടുള്ളത്. മറ്റേ ടെസ്റ്റ് ട്യൂബിന്റെ ലെവൽ ഇവിടെയാണെങ്കിലും ഇതിന്റെ ലെവൽ ഇങ്ങനെയാണ് നിൽക്കണേ. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഷേപ്പ് ഒരെണ്ണം ഈ ഒരു ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിൽക്കുന്നത് ഈ ഒരു ഷേപ്പിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പേജ് നമ്പർ 20 അതിൽ കാണാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ ടു ദ വാട്ടർ ലെവൽ ഇൻ ദ കാപ്പിലറി ട്യൂബ്? കാപ്പിലറി ട്യൂബിലെ വാട്ടർ ലെവലിന് എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിച്ചത്? ഇവിടെ വാട്ടർ റേസ് ചെയ്ത് വരച്ചതല്ലേ, ഈ ഒരു വാട്ടർ ലെവലിനേക്കാളും മേലേക്ക് വാട്ടർ റേസ് ചെയ്ത് വരികയാണ് ചെയ്തത്. അപ്പൊ ഇതിന് പറയുന്ന പേരാണ് കാപ്പിലറി റൈസ്. എന്താണ് ഇതിന് പറയാ? കണ്ടോ, ഈ ഒരു ട്യൂബില് ഈ ഒരു നോർമൽ ലെവലിനേക്കാളും വാട്ടർ റേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇതിന് കാപ്പിലറി റേസ് എന്ന് പറയും. ഇനി അടുത്തത് മെർക്കുറി ലെവൽ. മെർക്കുറി നിറച്ചിരിക്കുന്നതിൽ നമ്മൾ നോക്കുക. അപ്പൊ ഇതെന്താണ് കാപ്പിലറി റേസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ മെർക്കുറി നിറച്ചിരിക്കുന്നതിൽ കാപ്പിലറി റേസ് ആണോ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, കാരണം മെർക്കുറിയുടെ ലെവൽ ഇവിടെയാണ് നിൽക്കണേ, നമ്മുടെ ലിക്വിഡ് ലെവൽ നിൽക്കുന്നത് ഇവിടെയാണ്. സോ ഇവിടെ കുറഞ്ഞിട്ടില്ല, താഴ്ന്നിട്ട് ലഭിക്കുന്നത്. ഇവിടെ ഈ ലെവലിനേക്കാളും കൂടിയിട്ടാണ് നിൽക്കുന്നത്, ഇവിടെ ഈ ലെവലിനേക്കാളും കുറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? കാപ്പിലറി ഡിപ്രഷൻ. ഇത് കാപ്പിലറി ഡിപ്രഷൻ ആണ്. അതായത് ഈ ഒരു നേരിയ ട്യൂബിനെ നമ്മൾ കാപ്പിലറി ട്യൂബ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ വാട്ടർ നിറച്ചയിലെ കാപ്പിലറി റേസ് ആണ് നടന്നിരിക്കുന്നത്. മെർക്കുറി നിറച്ചയിലെ കാപ്പിലറി ഡിപ്രഷൻ ആണ് നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് കാപ്പിലറി റേസ് എന്താണെന്ന് കണ്ടു, കാപ്പിലറി ഡിപ്രഷൻ എന്താണെന്ന് കണ്ടു. എന്നാൽ ഇത് രണ്ടും കൂടി ചേർന്ന് നമ്മൾ പറയുന്ന പേരാണ് കാപ്പിലാരിറ്റി. So, എന്താണ് capillarity? The rise or depression of a liquid in a narrow tube or a minute hole is capillarity. എന്താണ് capillarity? The rise or depression of a liquid in a narrow tube or a minute hole is called capillarity. Okay. So, നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പേജ് നമ്പർ 20 കുറച്ച് ഫിഗേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഒന്നില് ഒരു ഇങ്ങനെയുള്ള പ്രാണികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ വെള്ളം കെട്ടിക്കെടുക്കുമ്പോൾ ഈ വെള്ളത്തിന്റെ മേലെ കൂടെ അങ്ങനെ ഓടി നടക്കുന്ന ഒരു പ്രത്യേകതരം പ്രാണിയാണ്. രണ്ടാമത്തേൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് അതില് നമ്മുടെ ഈ പേപ്പറിന് ക്ലബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതില്ലേ, പേപ്പർ ക്ലിപ്പ് എന്ന് അതിനെ പറയാ. 4 പേപ്പറുകളെ ക്ലിപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് ജസ്റ്റ് ഇട്ടിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നമ്മുടെ സേഫ്റ്റി പിൻ ഇടുന്നതായാലും ചിന്തിച്ചാൽ മതി. ഇത് നമ്മുടെ ചേമ്പിലയില് വെള്ളം, മഴ പെയ്ത വെള്ളം നിൽക്കുന്നത്. ഈ 3 സിറ്റുവേഷനും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. അപ്പോ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വൈ ആർ സം ഇൻസെക്ട്സ് ഏബിൾ ടു മൂവ് അലോങ് ദ സർഫസ് ഓഫ് വാട്ടർ? എന്തുകൊണ്ടാണ് ചില ജീവികൾക്ക് ഈ വെള്ളത്തിന്റെ സർഫസിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്? അതിനൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത്? അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ പേപ്പർ ക്ലിപ്പോ അല്ലെങ്കിൽ സേഫ്റ്റി പിന്നെ എങ്ങാനും ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണ കാണാം, ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കണ കാണാം, താഴ്ന്നു പോണ കാണുന്നില്ല. അത് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്ന്? അതുപോലെ തന്നെ ഇങ്ങനെയുള്ള 2 സിറ്റുവേഷൻസ്.
അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ സംഭവിക്കണേ? ഈ വെള്ളത്തിന്റെ സർഫസ് എന്തെങ്കിലും ഒരു മെംബ്രെയിൻ പോലെ വലിച്ചു നീട്ടി നിൽക്കുന്ന മെംബ്രെയിൻ പോലെ എങ്ങാനും പ്രവർത്തിക്കുന്നതുകൊണ്ടാണോ? എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ സംഭവിക്കുന്നത്? അതായത് ഈ വെള്ളത്തിൽ ഇപ്പൊ നമുക്ക് ഇതൊരു ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ്സിനകത്ത് വെള്ളം നമുക്കറിയാം നിറച്ച് വാട്ടർ മോളിക്യൂൾസ് ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലെ, ഇതുപോലെ ഇവിടെ വരെ ഫുൾ ഇങ്ങനെ വാട്ടർ മോളിക്യൂൾസ് ആണ് ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത്, നിങ്ങൾക്കറിയാലോ. അപ്പോ ഇവിടെ പറയുന്നത് ഈ സർഫസില്, വെള്ളത്തിന്റെ സർഫസില് ഈ ഓരോ മോളിക്യൂളും തൊട്ടപ്പുറത്ത്, ഇപ്പൊ ഈ മോളിക്യൂളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മോളിക്യൂളൊക്കെ ഇതിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഡ്യൂ ടു ദ മ്യൂച്വൽ അട്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ, സർഫസ് ഈസ് സ്ട്രെച്ച്ഡ് ലൈക്ക് എ മെംബ്രെയിൻ. അതുകൊണ്ട് ഈ ഒരു റീസൺ കൊണ്ട് ഈ സർഫസ് ഒരു മെംബ്രെയിൻ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരേ തരത്തിലുള്ള തന്മാത്രകള്, മോളിക്യൂൾസ് വാട്ടറിന്റെ സർഫസിൽ ഇരിക്കുന്നുണ്ട്. ഇവര് തമ്മിലുള്ള അട്രാക്ഷൻ കാരണം ഇത് ഇങ്ങനെ വലിച്ചു പിടിച്ച് നിൽക്കല്ലേ, അപ്പൊ അതെന്താവും? ആ ഒരു സർഫസ് ഒരു മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സർഫസ് ഈ ഒരു മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രവർത്തനം നടക്കാൻ വേണ്ട ഫോഴ്സ്, ഇതിങ്ങനെ മെംബ്രെയിൻ പോലെ നിൽക്കാൻ വേണ്ട ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സർഫസ് ടെൻഷൻ. ഓക്കെ, എന്താണ്? സർഫസ് ടെൻഷൻ. അപ്പോ ഈ ഇതിന് കുറച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട്. പേജ് നമ്പർ 21 ഫിഗർ 1.19 പറയുന്നുണ്ട്. ഒരു ബ്ലേഡ് എടുത്ത് വെക്കുക, ഒരു ഗ്ലാസിന്റെ വെള്ളത്തിൽ നമ്മൾ ബ്ലേഡ് എടുത്ത് വെക്കുക. അപ്പൊ നമുക്കറിയാം എന്ത് സംഭവിക്കും? ബ്ലേഡ് ഓട്ടോമാറ്റിക്കലി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അതിങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ടാവും അല്ലെ. ഇനി പറയാണ്, ഈ വെള്ളത്തിലേക്ക് നമ്മൾ കൈ ഒരു സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ടോ അല്ലെങ്കിൽ ഡിഷ് വാഷ് അങ്ങനെ എടുക്കാം. എന്നിട്ട് അതിൽ ജസ്റ്റ് വിരലൊന്ന് മുക്കിയിട്ട് ഈ ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഇങ്ങനെ മുക്കാൻ. ഇതിപ്പോ ഇവിടെ ഇങ്ങനെ എങ്ങനെയാണ് ബ്ലേഡ് ഇങ്ങനെ പൊങ്ങി കിടക്കല്ലേ. അപ്പൊ നമ്മുടെ വിരലുകൊണ്ട് എന്തിലെങ്കിലും ഡിപ്പ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെള്ളത്തിന്റെ ഇപ്പൊ ഈ ബ്ലേഡിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഇങ്ങനെ വെള്ളത്തിൽ തൊടാൻ. അപ്പൊ എന്താ അതായത് ഇതുപോലെ ഗ്ലാസ് എടുക്കുക, ഗ്ലാസ്സിൽ ഒരു ബ്ലേഡ് വെക്കുക. ഈ ബ്ലേഡിൽ നമ്മൾ ബ്ലേഡിന്റെ സൈഡിൽ എങ്ങാനും പോയിട്ട് ഒരു ഡിഷ് വാഷിൽ അങ്ങനെ കൈ മുക്കിയിട്ട് ഈ വെള്ളത്തിൽ എവിടെയെങ്കിലും പോയിട്ട് ഒന്നിങ്ങനെ ടച്ച് ചെയ്യാം. അപ്പൊ എന്താ സംഭവിക്കണേന്നാണ് ചോദിക്കണേ. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലേഡ് ഈ സെന്ററിൽ നിന്ന് മാറി സൈഡിലേക്ക് ഇങ്ങനെ ഓടിപ്പോണതാണ് നമ്മൾ ഈ സോപ്പ് വെള്ളത്തിൽ മുക്കി കൈ കൊണ്ട് അവിടെ ടച്ച് ചെയ്യുമ്പോൾ. അതിന് കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോപ്പ് കൊണ്ട് ടച്ച് ചെയ്യുമ്പോ സോപ്പ് വാട്ടർ സർഫസ് ഓഫ് വാട്ടറിൽ ടച്ച് ചെയ്യുമ്പോ എന്ത് സംഭവിക്കും? സർഫസ് ടെൻഷൻ ഡിക്രീസ് ചെയ്യുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് ടൈപ്പ് ഫോഴ്സുകളെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഒരു ഗ്ലാസ് പേപ്പറിൽ 2 ഡ്രോപ്പ് മെർക്കുറി വീഴ്ത്താൻ പറയാണ്. എന്നിട്ട് നമ്മളോട് എന്ത് പറയാണ്? ഒരു പെൻസിലോ അങ്ങനെയുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഈ 2 മോളിക്യൂൾസിനെ, ഇങ്ങനെ ഇരിക്കുന്ന 2 മോളിക്യൂൾസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു പെൻസിലോ എന്തെങ്കിലും ഉപയോഗിച്ച് അടുപ്പിച്ച് കൊണ്ടുവരാൻ പറയാണ്. അപ്പൊ ആർ ഇൻ ദ മോളിക്യൂൾസ് ഓഫ് 2 ഡ്രോപ്സ് ഓഫ് ദ സെയിം സബ്സ്റ്റൻസ്? അതെ അല്ലെ, ഈ 2 മോളിക്യൂളും ഒരേ വസ്തുവിന്റെ തന്നെ ഒരേ സബ്സ്റ്റൻസിന്റെ മോളിക്യൂളാണ്, മെർക്കുറിയുടെ മോളിക്യൂൾസ് ആണ് അല്ലെ. 2 ഡ്രോപ്സിലുള്ളത് മെർക്കുറിയുടെ മോളിക്യൂൾസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ 2 ലിക്വിഡ് ഡ്രോപ്സ് coalesce to form a single drop due to attraction between molecule of the same substance. ക്വസ്റ്റ്യൻ അല്ല പറയുന്നത്, അതായത് ഒരേ ടൈപ്പ് മോളിക്യൂളുകൾ തമ്മിൽ അടുത്ത് വന്നപ്പോൾ അവർ തമ്മിൽ തന്നെ കൂട്ടിമുട്ടുന്നതായിട്ട് കാണാം. അതിന് കാരണം എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതിന് പറയുന്ന പേരാണ്
കൊഹസീവ് ഫോഴ്സ്. എന്താണ് കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്? സെയിം ടൈപ്പ് മോളിക്യൂൾസിന്റെ അട്രാക്ഷനെ പറയുന്നതാണ് കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ രണ്ട് സിറ്റുവേഷൻ നോക്കാം കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ ഈർക്കിൽ എടുക്കാറില്ലേ, ഈർക്കില് നമ്മൾ വെള്ളത്തിൽ മുക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതുമ്പോ വെള്ളം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ജസ്റ്റ് പെൻസില് നമ്മൾ മുക്കിയെടുക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും അതുമ്പോ വെള്ളം പറ്റി പിടിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മള് ചോക്ക് കൊണ്ട് ബോർഡിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാണാം? ഈ ചോക്ക് പൊടി ബോർഡിൽ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം ഇല്ലേ? അതുപോലെ നമ്മൾ ചില ആളുകൾ നോട്ട് എണ്ണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കയ്യില് വെള്ളമാക്കണം ശ്രദ്ധിക്കാം. വെള്ളമാക്കണം കണ്ടിട്ടില്ലേ? അതായത് ഇപ്പൊ നോട്ട് കയ്യിൽ പെട്ടെന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാണാം, കുറച്ചുകൂടി നോട്ട് എണ്ണാനായിട്ട് എളുപ്പത്തിൽ. അപ്പൊ നമ്മൾ ആദ്യത്തെ സിറ്റുവേഷൻ നോക്കുകയാണ് ഈർക്കില്. ഈർക്കില് വെള്ളത്തിൽ മുക്കുമ്പോൾ ഈർക്കില് വേറെ ടൈപ്പ് മോളിക്യൂളുകളോട് ഉണ്ടാക്കിയതാ, അത് മുക്കിയ വെള്ളം വേറെ ടൈപ്പ് മോളിക്യൂളുകളോട് ഉണ്ടാക്കിയതാ. പക്ഷെ ഈർക്കിലുമ്പോ വെള്ളം പറ്റിപ്പിടിച്ചിരുന്നു. പിന്നെ ഏതാ നമ്മൾ പറഞ്ഞത്? പെൻസില്. പെൻസില് വേറൊരു ടൈപ്പ് മോളിക്യൂളാണ്, സബ്സ്റ്റൻസ് ആണ്, വെള്ളം വേറെയാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എന്നിട്ടും വെള്ളം അതില് പറ്റിച്ചേർന്നിരുന്നു. പിന്നെ നമ്മുടെ ചോക്ക് ബോർഡിൽ എഴുതുമ്പോൾ ചോക്ക് എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് മോളിക്യൂളുകളോട് ഉണ്ടാക്കിയിരിക്കുന്നതാ, ബോർഡ് എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് മോളിക്യൂളുകളോട് ഉണ്ടാക്കിയിരിക്കുന്നതാ. പക്ഷെ ഇത് രണ്ടും എന്ത് ചെയ്തു? അട്രാക്ഷൻ ഉണ്ട്. പിന്നെ നമ്മള് വിരല് ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ വിരല്, നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാ. നോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് വേറെ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് കൊണ്ടാണ്. പക്ഷെ എന്നിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ വിരലില് നോട്ടുകള് പറ്റിച്ചേർന്ന് ഇരിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെ തന്നെ എന്തുകൊണ്ടാണ് രണ്ട് സബ്സ്റ്റൻസുകൾ ഇങ്ങനെ സ്റ്റിക്ക് ആയിട്ട് ഇരിക്കുന്നത്? അപ്പൊ അടുത്തൊരു ടൈപ്പ് ഫോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതാണ് അഡ്ഹസീവ് ഫോഴ്സ്. അപ്പൊ എന്താണ് അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഡ്ഹസീവ് ഫോഴ്സ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾ ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ്. ഡിഫറെന്റ് ടൈപ്പ് മോളിക്യൂൾസിന്റെ അട്രാക്ഷൻ ആണ് അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഈ അഡ്ഹസീവ് ഫോഴ്സ് എന്നാണ് കൊഹസീവ് ഫോഴ്സ് എന്നാണ് ടീച്ചർ പറഞ്ഞു. നമ്മുടെ ഡെയിലി ലൈഫിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് എക്സാമ്പിൾസ് ഈ അഡ്ഹസീവ് ഫോഴ്സ് കൊഹസീവ് ഫോഴ്സിന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യാം? അങ്ങനെയുള്ള എക്സാമ്പിളുകൾ കണ്ടുപിടിച്ചിട്ട് എഴുതി വെക്കുക കേട്ടോ. ഇനി അടുത്തത്, ഇനി നമ്മള് ഈ കാപ്പിലറി റേസും കാപ്പിലറി ഡിപ്രഷൻ നമ്മൾ കണ്ടു, അഡ്ഹസീവ് ഫോഴ്സ് കണ്ടു, കൊഹസീവ് ഫോഴ്സ് കണ്ടു. ഈ അഡ്ഹസീവ് ഫോഴ്സും കൊഹസീവ് ഫോഴ്സും കാപ്പിലറി റേസും കാപ്പിലറി ഡിപ്രഷനും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതായത് കാപ്പിലറി കാപ്പിലറി റൈസ് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അഡ്ഹസീവ് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ അപ്പൊ നമ്മള് ഇനി കാപ്പിലറി ഡിപ്രഷൻ, കാപ്പിലറി റേസ്, അഡ്ഹസീവ് ഫോഴ്സ്, കൊഹസീവ് ഫോഴ്സ് ഒക്കെ കണ്ടു ഇല്ലേ? അപ്പൊ ഈ അഡ്ഹസീവ് ഫോഴ്സും കൊഹസീവ് ഫോഴ്സും കാപ്പിലറി റേസും കാപ്പിലറി ഡിപ്രഷനും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ കാപ്പിലറി റേസ് നടക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട കണ്ടീഷൻ അഡ്ഹസീവ് ഫോഴ്സ് should be greater than cohesive force. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാപ്പിലറി ഡിപ്രഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ?
എന്തായിരിക്കണം കണ്ടീഷൻ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരും. എന്തായിരിക്കും? cohesive force should be greater than adhesive force. Okay, capillary race നടക്കണമെങ്കിൽ adhesive force greater than cohesive force ആയിരിക്കണം. capillary depression നടക്കണമെങ്കിൽ cohesive force should be greater than adhesive force ആയിരിക്കണം. Okay, ഇനി പേജ് നമ്പർ 22 തന്നെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. 1.21 ആണ് ഫിഗർ. അപ്പൊ ആ ഫിഗർ എല്ലാവരും ശ്രദ്ധിക്കുക. Arrange the capillary tube of different diameters in a cardboard. ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് 3 ടൈപ്പ് കാപ്പിലറി ട്യൂബുകൾ അതിൽ വെച്ചിട്ടുണ്ട്. മൂന്ന് ടൈപ്പ് ട്യൂബുകൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ചോദിച്ചിരിക്കുകയാണ് ഇൻ വിച്ച് ഈസ് ദ കാപ്പിലറി റേസ് ഗ്രേറ്റർ? ഏതിലാണ് കാപ്പിലറി റേസ് കൂടുതലായിട്ട് നടക്കാൻ സാധ്യത? അത് നമുക്ക് ഈ ഡയാമീറ്റർ നോക്കിയാൽ അറിയാം. ഏതിലായിരിക്കും സാധ്യത കൂടുതൽ? ചെറിയ ഡയാമീറ്റർ ഉള്ള ആളിലായിരിക്കും കാപ്പിലറി റേസ് നടക്കാൻ സാധ്യത. capillary race കൂടുതൽ. in which is capillary race lower? ഏതിലായിരിക്കും capillary race കുറവായിരിക്കുക? ഇതിലായിരിക്കും. ഇനി ഇതിലൊരു റീസൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ in the smaller tube weight of liquid is supported by adhesive force. ചെറിയ ട്യൂബ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത് അഡ്ഹസീവ് ഫോഴ്സ് വെച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് കോഹസീവ് ഫോഴ്സിനേക്കാളും കൂടുമ്പോൾ സോ ലിക്വിഡ് ഈസ് ഏബിൾ ടു റൈസ്. നമുക്കറിയാം അഡ്ഹസീവ് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ കോഹസീവ് ഫോഴ്സ് ആകുമ്പോഴാണ് എന്ത് വരുന്നത്? കാപ്പിലറി റേസ് വരുന്നത്. ഇവിടെ അഡ്ഹസീവ് ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യുന്നത്. ലിക്വിഡിന്റെ വെയിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് അഡ്ഹസീവ് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ. കാരണം ചെറിയ ഡയാമീറ്റർ അല്ലേ ഉള്ളത്. അപ്പൊ കൂടുതലും ഇവിടെ ഒരേ ടൈപ്പ് മോളിക്യൂളുകൾ കുറവായിരിക്കും. അപ്പൊ കൂടുതൽ കോണ്ടാക്ട് വരുന്നത് ആ ഗ്ലാസുമായിട്ടായിരിക്കും വാട്ടർ. അവിടുത്തെ ഒരു അട്രാക്ഷൻ ആയിരിക്കും കൂടുതൽ ഉണ്ടാവും. ഗ്ലാസും വാട്ടറും തമ്മിലാകുമ്പോൾ രണ്ട് ഡിഫറെന്റ്. അപ്പൊ അവിടെ വരുന്നത് അഡ്ഹസീവ് ഫോഴ്സ്. അഡ്ഹസീവ് ഫോഴ്സ് ആണ്. അഡ്ഹസീവ് ഫോഴ്സ് കൊഹസീവിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ അവിടെ വരുന്നത് കാപ്പിലറി റേസ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട കാര്യം. ഇനി വലിയ ട്യൂബ് ആകുമ്പോൾ കുറച്ചുകൂടി ലിക്വിഡിന്റെ എമൗണ്ട് കൂടുതലാണ്. സോ അവിടെ രണ്ട് ഒരേ ടൈപ്പുള്ള മോളിക്യൂൾ തമ്മിലുള്ള അട്രാക്ഷന് കുറച്ചും കൂടെ അവിടെ ഒരു പ്രയോറിറ്റി വരാൻ ചാൻസ് ഉണ്ട്. സോ അവിടെ എന്ത് വരും? ഇതിനുള്ളിലുള്ള ലിക്വിഡിന്റെ വെയിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് കൊഹസീവ് ഫോഴ്സ് ആയിരിക്കും. കൊഹസീവ് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ അഡ്ഹസീവ് ഫോഴ്സ് വന്നാൽ അവിടെ വരുന്നത് കാപ്പിലറി ഡിപ്രഷൻ അല്ലെങ്കിൽ കാപ്പിലറി റേസ് കുറയുന്നു എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ലാസ്റ്റ് പോർഷനിൽ പറയുന്നത്. അപ്പൊ ഇത്രത്തോളാണ് ഇവിടെ പറയുന്ന ഭാഗം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ടീച്ചർ അടുത്ത് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.